വളരെ സന്തോഷം നിങ്ങളുമായി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഷെയർ ചെയ്യുന്ന സന്തോഷമുണ്ട്. 2015 സെൻറ് തോമസ് മിഷൻ സൊസൈറ്റിയുടെ അച്ഛന്മാർ സെൻറ് തോമസ് മിഷൻ സൊസൈറ്റിയുടെ ജൂബിലി വർഷത്തിൽ മാർപ്പാപ്പയെ നേരിട്ട് ആ ഓഡിയൻസ് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി റോമിലെത്തുന്നത്. അദ്ദേഹം ഞങ്ങളുടെ ഓഡിയൻസിലേക്ക് വളരെ ശാന്തമായി സ്നേഹത്തോടുകൂടി കടന്നു വരികയാണ്. അപ്പോൾ ഞങ്ങൾ വൈദികർക്ക് അദ്ദേഹം ഒരു സ്വന്തം വീട്ടിൽ ഒരംഗം വരുന്നത് പോലെയാണ് അദ്ദേഹം ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വന്നപ്പോൾ ഓരോരുത്തരും കൈ കൊടുത്ത് ഞങ്ങൾ സ്നേഹപൂർവ്വം എന്തുള്ള വിശേഷം. അപ്പം അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, ഇങ്ങനെ ഹൃദയപൂർവ്വം ഇങ്ങനെ കാണിച്ച് പറഞ്ഞു. അപ്പം ഞാൻ പ്രത്യേകമായിട്ട് ആ മാർപ്പാപ്പയുടെ കയ്യിൽ മോതിരം മുത്തുകയും തുടർന്ന് മാർപ്പാപ്പയോട് ഞാൻ പറഞ്ഞു, പ്രേ ഫോർ മീ, തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് മാർപ്പാപ്പ കൈതരികയാണ്. അപ്പോൾ ആ സാഹോദര്യവും അടുപ്പവും കാണുമ്പോൾ നമ്മൾ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ആ സമീപനം. അപ്പോൾ മറ്റ് സംഭവങ്ങളൊക്കെ നിങ്ങളവിടെ വിശദീകരിക്കുന്നത് കേട്ടു, എല്ലാം സത്യമാണ് എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്ന് നമ്മളെ സമീപിക്കുന്ന അനുഭവമാണ് മാർപ്പാപ്പയെ സമീപിക്കുന്നവർ കാണുന്നത്. അദ്ദേഹം എല്ലാവർക്കും സമീപസ്ഥനാണ്. അദ്ദേഹം സമീപിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം നമ്മുടെ സ്വന്തം ഒരു വ്യക്തിയെ കാണുന്ന പോലെയാണ് അദ്ദേഹം നമ്മളെ ഇവരെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ വർഷം അദ്ദേഹം ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചു. തീർത്ഥാടകർ, പ്രതീക്ഷയുള്ള തീർത്ഥാടകരായി നമ്മളെല്ലാവരും മാറണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അങ്ങനെ പറഞ്ഞ ആ വർഷം തന്നെ ഒപ്പം തന്നെ ഒരു വലിയൊരു അടയാളമാണ് ഈ ഈസ്റ്ററിൻ്റെ ദിവസങ്ങൾ. ഈ ഈസ്റ്റർ ദിവസം തന്നെ ആ കൃത്യ സമാപന ദിവസം ലോകം മുഴുവൻ അത്യാദരപൂർവ്വം നമ്മുടെ കർത്താവിൻ്റെ ആ ഉത്ഥാനത്തെ നാൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം നമ്മെ വിട്ട് ആ കർത്താവിനോടൊപ്പം ആ ഉത്ഥാനത്തിൽ പങ്കുചേരാൻ പോയതുപോലെ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഏവർക്കും അനുഭവപ്പെടുന്നത്. ഒത്തിരി പ്രാർത്ഥനാപൂർവ്വം ഞങ്ങൾ ഓർക്കുകയാണ്. സങ്കടമുണ്ട്, എങ്കിലും നമുക്കൊരു വലിയ മാതൃക തന്നിട്ട് അദ്ദേഹം കടന്നു പോകുമ്പോൾ നമ്മളേവരും സഭാവിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏവർക്കും ഈ വലിയ വേർപാട് ദുഃഖമുണ്ട് എങ്കിലും പറഞ്ഞ ഒരു വാക്ക് കുടുംബാംഗം എന്ന പോലെ ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഇത് തന്നെയല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വലിയൊരു സിദ്ധി. ആരോട് ഇടപെട്ടാലും അവർക്കെല്ലാം ഒരു ആ സെൻസ് ഓഫ് ഫീലിംഗ് ആൻഡ് സെൻസ് ഓഫ് ഓണിങ്. സഭയുടെ അംഗമാണ്, മക്കളാണ്. ആ ഒരു കുടുംബാംഗം എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കാൻ മാർപ്പാപ്പയ്ക്ക് സാധിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും അതാണ് നമ്മുടെ സ്വന്തം ഒരു വീട്ടിലെ അംഗത്തെ സമീപിക്കുന്ന പോലെയാണ് മാർപ്പാപ്പ. നമ്മൾ മറ്റ് സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ മാർപ്പാപ്പ അല്ലെങ്കിൽ കാർദിനാൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു സമീപിക്കാൻ അല്പം വിഷമം വരും സാധാരണക്കാരെ സംബന്ധിച്ച്. എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ അടുത്ത് വരികയാണ്. എന്തുള്ളൂ ഏറ്റവും മാറി നിൽക്കുന്നവർ. അപ്പോൾ ഒരു വ്യക്തിയെ മാർപ്പാപ്പയെ സമീപത്ത് വരുമ്പോൾ ദൂരം നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടെ കൈകൊണ്ട് കാണിക്കും, വരൂ. അപ്പം അത് എന്തെങ്കിലും കുശലം പറഞ്ഞിട്ടാണ് അദ്ദേഹം മാറിപ്പോകുന്നത്. അത്രമാത്രം എല്ലാവർക്കും സമീപിക്കാവുന്ന ഒരു മനോഭാവമാണ്. ആ സുവിശേഷ യേശുവിനെ കാണുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ദൂരെ നിന്ന് കുരുടൻ വിളിക്കുകയാണ്, യേശുവെ കരുണയായിരിക്കണം എന്ന്. അപ്പം ജനങ്ങൾ പറയുകയാണ്, നീ ശബ്ദം ഉണ്ടാക്കാതെ മാറി നിൽക്കുക എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, അവനെ ഞാൻ വിളിച്ചു, എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ ആ കുരുടൻ സന്തോഷത്തോടെ ഓടിയെത്തുന്നതാണ്. ജനങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു, ഈ മനോഭാവത്തോടുകൂടി നമുക്ക് ഈ നൂറ്റാണ്ടിൽ ലഭിച്ച ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കണക്കൂട്ടുകയാണ്. അച്ഛനൊരു മിഷണറി കോൺഗ്രിഗേഷൻ്റെ അംഗമാണല്ലോ. MST സഭയുടെ അംഗം എന്നുള്ള നിലയിൽ മാർപ്പാപ്പയായിട്ടുള്ള അടുപ്പവും മാർപ്പാപ്പയ്ക്ക് MST ആയിട്ടുള്ള അടുപ്പവും ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ സെൻറ് തോമസ് മിഷൻ സൊസൈറ്റി രൂപം കൊണ്ടിരിക്കുന്നത് മേലമ്പാറ ഭരണങ്ങാനം ആണ്. അപ്പോൾ ഞങ്ങളുടെ സൊസൈറ്റി 400ഓളം വൈദികർ ഇപ്പോഴുണ്ട്. ഈ സൊസൈറ്റിയുടെ വൈദികർ ലോകത്തിൻ്റെ 5 ഭൂഖണ്ഡങ്ങളിലും സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് വൈദികർ റോമിലും അല്ലെങ്കിൽ ഇറ്റലിയിലും സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ പോവുകയും മാർപ്പാപ്പയെ കാണുകയും ഒക്കെ ചെയ്യാറ് എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് കിട്ടുമ്പോൾ ഞങ്ങൾ സംബന്ധിക്കാറുണ്ട്, മാർപ്പാപ്പയോട് പ്രാർത്ഥന അപേക്ഷിക്കാറുണ്ട്. ഈ ഓറിയൻ്റൽ സഭയുടെ അഭിവാജ്യ ഘടകമായിരിക്കും സീറോ മലബാർ സഭയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ കോൺഗ്രിഗേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സൊസൈറ്റിയെ സംബന്ധിച്ച് പറയുമ്പോൾ
അദ്ദേഹം ഒത്തിരി സന്തോഷത്തോടെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ കേൾക്കുന്നത്, കാണുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മാർപ്പാപ്പ ഏറെ സമീപസ്ഥനായിട്ട് അനുഭവപ്പെടാറുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ സൊസൈറ്റിയുടെ കാര്യങ്ങൾ സംബന്ധിച്ച് ഞങ്ങളുടെ സുപ്പീരിയർ ആയിരിക്കുന്ന ആൾക്കാർ ഇത് സംബന്ധിച്ച് സംസാരിക്കുകയോ കാര്യങ്ങളെ അദ്ദേഹമായി ധരിപ്പിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി അത് കേൾക്കുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഓക്കെ, ആ സൊസൈറ്റിയിലെ അംഗങ്ങളോട് ഹൃദ്യമായി പെരുമാറുമ്പോഴും അത് സീറോ മലബാർ സഭയ്ക്കുള്ള ഒരു അംഗീകാരവും കൂടിയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം സീറോ മലബാർ സഭയുടെ അഭിവാജ്യ ഘടകമായിരിക്കുന്ന മിഷൻ സൊസൈറ്റി MST സംബന്ധിച്ച് നമ്മൾ ആ സ്വന്തമായിട്ടുള്ള സേവനമാണ് ലോകം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനത്തിൽ മാർപ്പാപ്പ ഒത്തിരിയേറെ സന്തോഷിക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സീറോ മലബാർ സഭയുടെ മിഷണറി ചൈതന്യം അല്ലെങ്കിൽ മിഷണറി കോൾ, മിഷണറി സ്പാർക്ക് MST സൊസൈറ്റിയിലൂടെ വ്യാപിച്ച് കാണുന്നതിൽ സീറോ മലബാർ സഭയെ പോലെ തന്നെ മാർപ്പാപ്പയും സന്തോഷിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അതിനകത്ത് അതിശയോക്തി ഇല്ലല്ലോ. യാതൊരു സംശയവുമില്ല. കാരണം കത്തോലിക്ക സഭയിലെ 24 റീത്തുകളിൽ ഈ സീറോ മലബാർ സഭയുടെ സ്ഥാനം അതുല്യമാണെന്ന് നമുക്കറിയാമല്ലോ. ഒപ്പം തന്നെ നമ്മളേവരും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഓറിയന്റൽ സഭയെ സംബന്ധിച്ച് പരിശുദ്ധ പിതാവ് വളരെ ബോധ്യമുള്ളവനാണ്. ഒപ്പം തന്നെ ഈ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുമായി ഇടപെടുകയും ഇത് വളരണം, ആ സഭയുടെ വളർച്ചയിൽ ഞങ്ങൾ പങ്കുചേരാൻ ഒത്തിരി താല്പര്യമുണ്ട്. ഇത് മാർപ്പാപ്പ തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങളോടൊപ്പം സംവദിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്, മാർപ്പാപ്പ ആരെ കണ്ടാലും പ്രാർത്ഥനാ സഹായം അങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഒരു മനോഭാവം. അതൊരു എളിമയുടെ ഏറ്റവും ഉദാത്ത മാതൃകയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഏത് വൈദികനാണേലും അല്ലെങ്കിൽ മാർപ്പാപ്പയാണേലും പ്രാർത്ഥനാ സഹായം നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെയും കൂടിയും ഒരു ഉത്തരവാദിത്തമാണ്. മാർപ്പാപ്പ സ്വയം ജനങ്ങളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ ആ എളിമയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ മാർപ്പാപ്പയുടെ ഒരു ചാക്രിക ലേഖനത്തിൽ ഒരു വാക്കുണ്ട്, അതായത് ആടുകളുടെ മണമുള്ളവനായിരിക്കണം ഇടയൻ. എനിക്ക് തോന്നുന്നു അവസാന നിമിഷം വരെ മാർപ്പാപ്പ ജനങ്ങളോടൊപ്പമായിരുന്ന ഒരു മാർപ്പാപ്പ. അതായത് മരണത്തിന് തൊട്ടു മുമ്പും ജനങ്ങളെ കണ്ട് അഭിവാദ്യം ചെയ്ത് അവർക്ക് ആശീർവാദം നൽകി അവരോടൊപ്പം സംസാരിച്ചിട്ടാണ് സ്വർലോകത്തിലേക്ക് മാർപ്പാപ്പ വിടവാങ്ങുന്നത്.